ഇത് ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വിച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെ വരാറായി അവരെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഭാഗങ്ങളിലെ പണ്ട് ചെറുതിലെ മൂക്കുത്തിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കുമായിരുന്നു കേട്ടോ. മൂക്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു മിക്കവരും. അപ്പം നമുക്ക് കുറച്ച് പയറുണ്ട്, അതൊക്കെ ഒന്ന് പറിച്ചു വെക്കാം. രാവിലെ ഇനി അത് പറിച്ചെടുക്കാൻ വേണ്ടി പോകണ്ടല്ലോ, നമുക്ക് നാളെ സാമ്പാർ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പയറൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അവർ വരുന്നുണ്ട്, ഓട്ടോയൊക്കെ വന്നു. അങ്ങനെ രണ്ടുപേരും വന്നു. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ദേവൂട്ടനായിരുന്നു എനിക്കൊരു പേടി, കുഴപ്പമില്ലായിരുന്നു. വിച്ചൂട്ടനൊരു മുട്ടായി എടുക്കുക കേട്ടോ. ദേവൂട്ടനൊരു മുട്ടായി കിട്ടി, അവനത് ക്ലാസ്സിൽ വെച്ച് തന്നെ കഴിച്ചു. വിച്ചൂട്ടന് മുട്ടായി കിട്ടി, അവൻ എന്ത് സാധനം കിട്ടിയാലും അവന് ദേവൂട്ടനോട് കൊണ്ട് കൊടുക്കും കേട്ടോ, എന്നിട്ടായിരിക്കും കഴിക്കുന്നത്. രണ്ടുപേരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചു. ദേവൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവർ ചക്കപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതുമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു മഴ കിട്ടി കേട്ടോ. ഈ മഴയോടുകൂടി നമ്മളുടെ ഇന്നലത്തെ ദിവസം തീർന്നു കേട്ടോ. ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. രാവിലെ നമ്മൾ ഇഡലി, സാമ്പാർ, ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാറ്റർഡേ കൊണ്ട് തന്നെ വിച്ചൂട്ടനും ദേവൂട്ടനും ഒന്നും പോകണ്ടല്ലോ, അപ്പം നമ്മളുടെ രാവിലത്തെ ഭക്ഷണമാണിത്. ഉച്ചക്കത്തേന് അമ്മ ചീരയൊക്കെ ഒടിച്ചുകൊണ്ട് വന്ന് വേലിച്ചീര, അപ്പോൾ അതും ചക്കക്കുരുവും കൂടെ അമ്മ തോരൻ വെച്ചു. ഞാനൊരു മീൻ കറിയും വെച്ചു. മോദയാണ് നോക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ചൊരു തേങ്ങയൊക്കെ ഒന്ന് അരച്ചിട്ട്, ബാക്കി മുളകിൽ അങ്ങനെ വെക്കുന്ന പോലെ തന്നെ കുറച്ചൊരു തേങ്ങ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മീൻ കറിയൊക്കെ ആക്കി. അത് കഴിഞ്ഞ് തുണിയൊക്കെ വിരിക്കാൻ പോയപ്പോൾ രണ്ടുപേരും കൂടെ പോന്നു. ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റാണ് മുകളിലേക്ക് വരാൻ. പൂച്ചക്കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇത് അവർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് ഫാൻ. കിവിയാണ്. ഒരാൾക്ക് റെഡും ഒരാൾക്ക് ഗ്രീനും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാറ്റൊക്കെ കിട്ടും, നല്ല രസം. ഇത് കഴിഞ്ഞിട്ട് ഇനി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ 3 പേരുടെയും പരിപാടി എന്ന് പറയുന്നത് ഷേക്ക് കുടിക്കാൻ പോവാണ്. നല്ല മഴയുള്ളപ്പോഴും ഷേക്ക് കുടിക്കാൻ രസമല്ലേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോവാണ്. പോകുന്ന വഴിയിൽ ജസ്റ്റ് അവിടെ ഒരു വെള്ളക്കെട്ട് പോലെയുണ്ട്. മഴ പെയ്യുമ്പം അവിടെ വെള്ളം കാണുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇന്നലത്തെ നല്ല മഴയൊക്കെ അല്ലായിരുന്നോ. ഇന്നലത്തെ നല്ല കഴിഞ്ഞു കുറേ ഇതായിട്ട് മഴയുള്ളത് കൊണ്ട് തന്നെ അതിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നേ. വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ വിച്ചൂട്ടനാണ് അതിനകത്ത് മീൻ കുഞ്ഞുങ്ങളെ കാണിച്ചു കേട്ടോ. കുറേ മീനുണ്ടായിരുന്നു. ആദ്യമൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു അത് വല്ല പ്രാണി വല്ല അനങ്ങുന്നതായിരിക്കും എന്ന്. അപ്പോൾ പറഞ്ഞു അല്ലമ്മ അതിൽ മീനുണ്ട്. ശരി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ബേക്കറി ഉള്ളതുകൊണ്ട് സുഖമാണ്. ഇടയ്ക്ക് ഷേക്ക് കുടിക്കാൻ തോന്നുമ്പോഴൊക്കെ നമുക്ക് പോയി കുടിക്കാം. അങ്ങനെ ഞങ്ങൾ 3 പേരും, ഞാനും വിച്ചൂട്ടനും ബ്ലൂബെറിയുടെ ഷേക്ക് പറഞ്ഞു. ദേവൂട്ടൻ പിസ്ത ഷേക്കാണ് പറഞ്ഞത്. ഞങ്ങളുടെ 2 പേരുടെ ആദ്യം വന്നു. അപ്പോൾ ദേവൂട്ടൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഷേക്ക് മാത്രം എന്താ വരാത്തതെന്ന്. ബ്ലൂബെറി ഷേക്ക് ഫസ്റ്റാണ് കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ദേവൂട്ടന് ഞങ്ങൾ കഴിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് പിസ്ത ഷേക്ക് വന്നത്. അതും ഗ്രീൻ കളറൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ ആ ടേബിളിൽ വെച്ച് കുടിക്കാൻ പാടായതുകൊണ്ട് തന്നെ താഴെ നമ്മളായിരിക്കുന്ന ബെഞ്ചിൽ വെച്ചിട്ടാണ് കേട്ടോ ആൾ കുടിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.